So, we will discuss class 10 Cbse chapter 14 statistics. So, what is statistics? That is statistics. So, what is statistics? We will study statistics apply. So, sports we statistics apply. For example, we games, cricket, football. We statistics apply. Example, a batsman crease road ഒരു ഡാറ്റ കാർഡ് എഴുതി കാണിക്കും. അതായത് അയാൾ എത്ര റൺസ് സ്കോർ ചെയ്തു, അയാൾ എത്ര മാച്ചസ് കളിച്ചു, അയാൾ എത്ര സെഞ്ചുറീസ് നേടി, അയാൾ എത്ര 50s നേടി, അയാളുടെ ആവറേജ് എത്ര. ഓക്കെ, ഇതെല്ലാമാണ് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്രിക്കറ്റിൽ പറയാൻ പറ്റുന്നത്. ഇനി അടുത്തത് ബിസിനസ്സിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാറുണ്ട്. സെയിൽസ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, അവിടെയൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാറുണ്ട്. എന്തിനാണ് പറയുന്നത്, നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിൽ പോലും സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാറുണ്ട്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? Statistics is the collection, organization, analysis, interpretation and presentation of data. ഇത് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വരും. അത് ഞാൻ ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് തരാം. നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. അതായത് ഒരു ക്ലാസ്സിലുള്ള 10 സ്റ്റുഡൻസ് ഒരു എക്സാം അറ്റൻഡ് ചെയ്തു. അതിൽ ഒരു സ്റ്റുഡൻറ്റിന് 11 മാർക്ക് കിട്ടി, ഒരു സ്റ്റുഡൻറ്റിന് 15 മാർക്ക് കിട്ടി, ഒരു സ്റ്റുഡൻറ്റിന് 22 മാർക്ക് കിട്ടി, ഒരു സ്റ്റുഡൻറ്റിന് 35 മാർക്ക് കിട്ടി, ഒരു സ്റ്റുഡൻറ്റിന് 36 മാർക്ക് കിട്ടി, ഒരു സ്റ്റുഡൻറ്റിന് 34 മാർക്ക് കിട്ടി, ഒരു സ്റ്റുഡൻറ്റിന് 31 മാർക്ക് കിട്ടി, ഒരു സ്റ്റുഡൻറ്റിന് 41 മാർക്ക് കിട്ടി, ഒരു സ്റ്റുഡൻറ്റിന് 42 മാർക്ക് കിട്ടി, ഒരു സ്റ്റുഡൻറ്റിന് 48 മാർക്ക് കിട്ടി. സോ 10 സ്റ്റുഡൻസിന്റെ മാർക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ 10 സ്റ്റുഡൻസിന്റെ മാർക്ക്, ഇവിടുത്തെ ഡാറ്റ എന്ന് പറയുന്നത് ഈ മാർക്സ് ആണ്. ഇവിടുത്തെ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ സ്റ്റുഡൻസും അവരുടെ മാർക്സും ആണ്. ഓക്കെ, സോ ഈ സ്റ്റുഡൻസിനെ അവർക്ക് കിട്ടിയ മാർക്കിനെ ഞാനൊരു ടാബുലാർ കോളത്തിൽ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാനൊരു ടാബുലാർ കോളത്തിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒരു സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്, അവർക്ക് കിട്ടിയ മാർക്ക് ഒരു സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഞാനിവിടെ എന്താണ് ചെയ്തത്, ഞാൻ എൻ്റെ കൈ കിട്ടിയ ഡാറ്റയെ ഞാൻ ഒരു കളക്ട് ചെയ്ത് ഒരു ടാബുലാർ കോളമാക്കി വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഞാൻ എൻ്റെ കൈ കിട്ടിയ ഡാറ്റ, അതായത് എൻ്റെ കൈ കിട്ടിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവരുടെ കിട്ടിയ മാർക്സും ഞാനൊരു ടാബുലാർ കോളത്തിലോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടാബുലാർ കോളത്തിൽ. ഓക്കെ, ഇനി ഞാൻ ഈ ടാബുലാർ കോളത്തിനെ അനലൈസ് ചെയ്യാൻ പോകും. എങ്ങനെ അനലൈസ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല രീതിയിൽ ഇത് അനലൈസ് ചെയ്യാം. ആൾക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്, ഈ ക്ലാസ്സിലെ ആവറേജ് മാർക്സ് എത്രയാണ്. ഓക്കെ, അതാണ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇതൊരു ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്താൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ എന്ത് ചെയ്തു, ഇവർക്ക് കിട്ടിയ മാർക്സും ആ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ള ഡാറ്റ ഞാൻ എന്ത് ചെയ്തു, ഒരു ടാബുലാർ കോളത്തിലോട്ടാക്കി. ഓക്കെ, സോ ഞാൻ അവിടെ എന്ത് ചെയ്തു, എനിക്ക് കിട്ടിയ ഡാറ്റയെ ഞാൻ കളക്ട് ചെയ്ത് അതിന് കറക്റ്റായിട്ട് ഞാൻ ടാബുലാർ കോളത്തിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകും, ഈ ടാബുലാർ കോളത്തിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ പോകും. അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലാവും, ആരാണ് ലോവസ്റ്റ് മാർക്ക് സ്കോർ ചെയ്തത്, ആരാണ് ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്തത്, ഇതിന്റെ ആവറേജ് എത്രയാണ്, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഓവറോൾ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ ഡാറ്റയാണ്, നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഡാറ്റ ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഡാറ്റ 2 തരത്തിലുണ്ട്. ഒന്ന് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയും ഒന്ന് ഗ്രൂപ്പ്ഡ് ഡാറ്റയും. സോ എന്താണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, എന്താണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ? സോ നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ നമുക്ക് ഇപ്പോഴും എടുക്കാം. ഓക്കെ, സോ വീണ്ടും ആ ടാബുലാർ കോളം ഞാൻ അവിടെ കൊണ്ടുവരികയാണ്. ഓക്കെ, സോ ഈ ടാബുലാർ കോളത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് ഈ ടാബുലാർ കോളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, എനിക്ക് കിട്ടിയ ഡാറ്റ, അതായത് ഈ സ്റ്റുഡൻസും അവരുടെ മാർക്സും അല്ലെ, സ്റ്റുഡൻസും അവരുടെ മാർക്സും ഞാൻ അതേപോലെ ഈ ടാബുലാർ കോളത്തിലോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്, ടാബുലാർ കോളത്തിലോട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. അതായത് എനിക്ക് കിട്ടിയ ഡാറ്റ ഞാൻ അതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഈ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ നിന്ന് ആർക്കൊക്കെ എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അല്ലെ? ആർക്കൊക്കെ നമുക്ക് എത്ര മാർക്ക് കിട്ടി, ഒരു സ്റ്റുഡന്റിന് 11 മാർക്ക് കിട്ടി അല്ലെ, ഒരു സ്റ്റുഡന്റിന് 15 മാർക്ക് കിട്ടി, ഒരു സ്റ്റുഡന്റിന് 22 മാർക്ക് കിട്ടി. ഓക്കെ, ആർക്കൊക്കെ എത്ര മാർക്ക് കിട്ടിയെന്ന് എക്സൈറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ പറയാൻ പറ്റും. സോ എന്താണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ? ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അൺഗ്രൂപ്പ്ഡ്, ഗ്രൂപ്പ്ഡ്. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും അല്ലെ? നിങ്ങൾക്ക് ഗ്രൂപ്പ് എന്നുള്ളൊരു വാക്ക് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഇപ്പൊ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം എന്നല്ലേ മീൻ ചെയ്യുന്നത് അല്ലെ? ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം എന്നല്ലേ മീൻ ചെയ്യുന്നത് അല്ലെ? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, ഒരു കൂട്ടം.
അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയ ടാബുലാർ കോളത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോകും. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയ ടാബുലാർ കോളത്തിനെ ഞാനിപ്പോൾ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോകും. അതായത് നിങ്ങൾ ടാബുലാർ കോളം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 11 മാർക്സ് കിട്ടിയ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, 15 മാർക്സ് കിട്ടിയ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ഓക്കെ, സോ 10 to 20 എന്നോട് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 10 മാർക്കിനും 20 മാർക്കിനും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് അവരെത്ര പേരുണ്ടെന്ന് ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എത്ര പേരുണ്ട്? 2 പേരുണ്ട് അല്ലേ. അതേപോലെ 22 മാർക്സ് കിട്ടിയ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് 20 to 30 മാർക്സ്, അതായത് 20 to 30 മാർക്സ് കിട്ടിയ ഒരു ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? ഇവിടെ ഒരാൾ മാത്രമേ 20 to 30 റേഞ്ചിലുള്ളൂ അല്ലെ, 22 മാർക്ക് കിട്ടിയ ഒരു സ്റ്റുഡൻറ്റ്. അപ്പോൾ ഒരാൾ. അടുത്തത് 30 to 40 റേഞ്ച്, 30 to 40 റേഞ്ച്. 30 to 40 റേഞ്ചിൽ എത്ര പേരുണ്ട്? 35 ഉണ്ട്, 36 ഉണ്ട്, 34 ഉണ്ട്, 31 ഉണ്ട്. 4 പേരുണ്ട് അല്ലേ. അപ്പൊ 30 to 40 മാർക്സ് കിട്ടിയ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. ഓക്കെ, അടുത്തത് 40 to 50 മാർക്സ് കിട്ടിയ എത്ര പേരുണ്ട്? ഓക്കെ, 40 to 50 മാർക്സ് കിട്ടിയ എത്ര പേരുണ്ട്? ഒരു 41 ഉണ്ട്, ഒരു 42 ഉണ്ട്, ഒരു 48 ഉണ്ട് അല്ലേ. സോ 3 പേരുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് ചെയ്തത്? എനിക്ക് കിട്ടിയ ഡാറ്റ ഞാൻ കറക്റ്റായിട്ട് ടാബുലാർ കോളത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ്സ് ആക്കി ഞാൻ മാറ്റി അല്ലെ. ഇപ്പോൾ 11 മാർക്സ് കിട്ടിയ സ്റ്റുഡൻറ്റും ഉണ്ട്, 50 മാർക്സ് കിട്ടിയ സ്റ്റുഡൻറ്റും ഉണ്ട്. അപ്പൊ ഞാൻ അവരെ ഒരു ഗ്രൂപ്പ് ആക്കി. 10 to 20 മാർക്സ് കിട്ടിയ സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ് അല്ലെ. അപ്പൊ അതിൽ 2 പേര് വന്നു. അതേപോലെ 20 to 30 മാർക്സ് കിട്ടിയ ഒരു ഗ്രൂപ്പ്, അത് ഒരാൾ മാത്രമേ ഉള്ളൂ. 30 to 40 മാർക്സ് കിട്ടിയ സ്റ്റുഡന്റിന്റെ ഗ്രൂപ്പ്, അതിൽ 4 പേരുണ്ട്. സോ അൺഗ്രൂപ്ഡ് ആയിട്ടുള്ള ഡാറ്റയെ ഞാൻ എന്ത് ചെയ്തു? ഗ്രൂപ്പ്ഡ് ആക്കി മാറ്റി. ഇതാണ് ആക്ച്വലി എന്ത്? ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെ മനസ്സിലാക്കി? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ യൂസ് എന്താണെന്ന് മനസ്സിലാക്കി, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് മനസ്സിലാക്കി, എന്താണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്നും അൺഗ്രൂപ്ഡ് ഡാറ്റ എന്നും നമ്മൾ മനസ്സിലാക്കി. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മീൻ, എന്താണ് മീഡിയൻ, എന്താണ് മോഡ്. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.